ഒറക്കിൾ ഡേ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ബ്ലെസ്സിങ്ങിൻ്റെ എപ്പിസോഡായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ പ്രേക്ഷകരും ഇന്ന് കർത്താവ് ഈ സന്ദേശത്തിൽ കൂടി തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യങ്ങളിൽ കൂടി നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ആയിരങ്ങൾക്കായി പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വലിയൊരു ബ്ലെസ്സിങ് ഈ കുടുംബത്തിൽ വെളിപ്പെടട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ പ്രതികരണം എപ്രകാരമാണ് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയുടെയും അല്ലെങ്കിൽ വെല്ലുവിളികളുടെയും നടുവിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രതികരണം. ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 വിഷയമായിരിക്കും. ഇപ്പോൾ നമ്മൾ ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പ്രത്യേകിച്ച് അവർ റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം, നമ്മുടെ മറുപടി, അല്ലെങ്കിൽ ദ വേ വി റിയാക്ട്, എപ്രകാരമായിരിക്കുമോ നമ്മൾ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, അതിനനുസരിച്ചാണ് നമ്മുടെ വിജയം. പലപ്പോഴും പല പ്രതിസന്ധികളും ജീവിതത്തിൽ നമ്മളെ തകർത്ത് കളയാൻ തക്ക രീതിയിൽ വരുന്ന പ്രതിസന്ധികളുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള പ്രതിസന്ധികളെ അത്ഭുതങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 16, അവിടെ നമ്മൾ കാണുന്നു പൗലോസ് ശീലാസും രാത്രിയിൽ അവർ വളരെ വേദനപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഒത്തിരി അവർ ഉപദ്രവിക്കപ്പെട്ടു, ശരീരമൊക്കെ മുറിഞ്ഞ് ആ മുറിവുകളിൽ കൂടി രക്തം ഒഴുകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ദൈവത്തെ പാടി ആരാധിക്കുകയാണ്, പ്രാർത്ഥിക്കുകയും പാടി ആരാധിക്കുകയും ചെയ്യുന്നു. വലിയ വ്യത്യസ്തമായ പ്രതികരണമാണ്. ദെൻ വാട്ട് ഹാപ്പൻഡ്? പിന്നീട് എന്താ സംഭവിച്ചത്? ലോകത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. തുടർന്ന് നമുക്ക് ഈ മെസ്സേജിലേക്ക് വരാം. ഇതിൻ്റെ അവസാനം പ്രാർത്ഥിക്കുവാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് ചേർന്ന് വരും. ഗോഡ് ബ്ലെസ്. പരിശുദ്ധാത്മാവ് ഒരു ദൂത് എനിക്ക് തന്നത് ഇതാണ്: നമ്മുടെ പ്രതികരണമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ വളരെ ശാന്തമായി പ്രതികരിച്ചാൽ അതുപോലെയുള്ളതായിരിക്കുന്ന പ്രതികരണമേ കർത്താവിൽ നിന്നുണ്ടാകത്തുള്ളൂ. നമ്മുടെ പ്രതികരണം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രതികരണം. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നത്? എല്ലാ വഴികളും അടഞ്ഞു പോകാം, എല്ലാ വ്യക്തികളും മാറിപ്പോകാം, പക്ഷേ കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറത്തില്ല. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. ആമേൻ. രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പടകിൻ്റെ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരിക. ആമേൻ. കർത്താവ് വരുമ്പോൾ ശിഷ്യന്മാരാകെ ഭയപ്പെട്ട്, ശിഷ്യന്മാർ ഭ്രമിച്ചു. അവരൊരു ഭൂതമെന്ന് പറഞ്ഞു, പേടിച്ചു നിലവിളിച്ചു. ആ സമയത്ത് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. കർത്താവ്, അവർ ഭയപ്പെട്ടു. കർത്താവിനെ ഒരു പടകിൽ കയറ്റുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അതിനു മുൻപ് പത്രോസ് വെള്ളത്തിൻ്റെ മീതെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, അവർ യേശുവിനെ പടകിൽ കയറ്റി. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. മൈ ഗോഡ്, ഒന്ന് പറഞ്ഞേ, ഉടനെ പടക് പോകേണ്ടിടത്ത്, എത്തേണ്ടിടത്ത് എത്തി. യേശുവിനെ അവർ പടകിൽ കയറ്റുവാൻ, അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ആഗ്രഹിച്ചു. പടകിൽ കയറി എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിച്ചതെന്നുള്ള വിഷയം. അവർ പ്രതികരിച്ചത്, കർത്താവേ, ഞങ്ങളുടെ ഈ പേടിക്കുന്ന വിഷയത്തിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ കയറിയാൽ ഈ
ഇപ്പം ഞങ്ങൾ എത്തേണ്ട അടുത്തെത്തും. ചിലരെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഇന്ന്. ബ്രദറെ, ഇന്ന വിഷയങ്ങളിൽ ഞാൻ തകർന്ന് പേടിച്ചിരിക്കുക. പക്ഷെ പ്രതികരണം തകർച്ചയോടെ ആയിരിക്കരുത്. പ്രതികരണം ആമേൻ, യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടേ പ്രതികരിക്കാവൂ. പ്രതികരിച്ചു. ഞാൻ ചിന്തിക്കുകയാണ്, അടുത്ത ഒരു 2-3 മണിക്കൂർ ഇനി അവർ ട്രാവൽ ചെയ്യേണ്ടത്. ആ 3 മണിക്കൂർ ലാഭമായി. കാരണം അവരുടെ പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ പറഞ്ഞത്? സംഭവങ്ങൾ എന്തും നടക്കട്ടെ, വിഷയങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എങ്ങനെയാണ് കർത്താവിനോട് പ്രതികരിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ വിജയം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ പ്രതികരണം. അയ്യോ ബ്രദറെ, ഈ മാസം ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? അയ്യോ എൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണല്ലോ. അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഈ മാസം ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തൊരു വലിയ മിറക്കിൾ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഭയപ്പെടുന്ന സംഭവങ്ങൾ മുൻപിലുണ്ടെങ്കിൽ പോലും എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എത്തേണ്ട സ്ഥാനത്ത് പെട്ടെന്നെത്തും. ഞാനിന്ന് സംസാരിക്കുന്ന സൂപ്പർ നാച്ചുറലാ, പ്രകൃത്യാതീതമാണ്. സൗഖ്യം പ്രകൃത്യാതീതമാണ്. ദൈവിക സൗഖ്യം പ്രകൃത്യാതീതമാണ്. ദൈവിക നന്മകൾ പ്രകൃത്യാതീതമാണ്. അഭിഷേകം പ്രകൃത്യാതീതമാണ്. പ്രകൃത്യാതീതമായ ഒരു ജീവിതം നയിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ബൈബിൾ എടുത്തപ്പോൾ തന്നെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ, വിശ്വസിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു പ്രകൃത്യാതീത ജീവിതം ഞാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രകൃത്യാതീത ജീവിതം നയിക്കുന്നവരോട് ഞാൻ പറയുന്നു, വിഷയങ്ങൾക്ക് മാറ്റം പെട്ടെന്നായിരിക്കും. പെട്ടെന്നായിരിക്കും. കരങ്ങളെ അടിച്ച് യേശുവിന് വീണ്ടും ഒന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പറഞ്ഞാട്ടെ പ്രതികരണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ ഇരിക്കുക. ഇവർക്ക് കൊടുക്കുവാൻ എവിടുന്ന് അപ്പം എന്ന് ചോദിച്ചപ്പോൾ ഒരാളിൻ്റെ പ്രതികരണം 200 വെള്ളിക്കാശിന് എന്തുള്ളൂ. എന്നാൽ അന്ത്രയോസ് പ്രതികരിച്ചത് 5 അപ്പവും 2 മീനും ഒരു ബാലകനും ഇവിടെ ഉണ്ട്. അത് പ്രതികരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കമോൺ ഇരുത്താൻ പറ. പ്രതികരണം വ്യത്യസ്തമാകുമ്പോൾ ദൈവപ്രവൃത്തി വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ, പ്രശ്നങ്ങളെ കണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കരുത്. പ്രതികരിക്കുന്നത് യേശുവിൻ്റെ കാൽവറിയിലെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് മാത്രമേ പ്രതികരിക്കാവൂ. ഓ, എത്ര പേര് ഇത് മനസ്സിലായി? യേശുവിൻ്റെ കാൽവറിയിലെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ എന്ത് സംസാരിച്ചാലും സംസാരിക്കാവൂ. ഇന്ന് ശ്രദ്ധിക്കണമേ, യേശുവിൻ്റെ ജനനത്തിലല്ല നമുക്ക് സന്തോഷം, യേശുവിൻ്റെ മരണത്തിലാണ്. കാരണം യേശുവിൻ്റെ ജനനം യഹൂദ ജനത്തോടുള്ള ഒരു ഗിഫ്റ്റും ദൈവത്തിൻ്റെ സമ്മാനവുമാണ്. സകല ജാതികൾക്ക് വേണ്ടി ഉള്ളതാണെങ്കിൽ പോലും യഹൂദന് വേണ്ടിയുള്ള ഒരു പ്രത്യേക വാഗ്ദത്തമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ മരണം സകല മനുഷ്യർക്ക് ഉള്ളതാ. അതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ കർത്താവിൻ്റെ മരണത്തിൽ, കർത്താവിൻ്റെ ഉയർപ്പിനെ നമ്മൾ സാക്ഷിക്കാൻ പോവുകയാണ്. അതിന് മുൻപ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ക്രൂശീകരണ കഷ്ടാനുഭവം നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രതികരണം. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ വചനം അങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ചിലരുടെ പ്രതികരണം മാറ്റുവാൻ കർത്താവ് പറയുന്നു. Oh, the way you are acting, the way you are responding to the problem, change the way you responding to the problem. പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാറ്റിയിട്ട് ആമേൻ വ്യത്യസ്തമായി പ്രതികരിക്കുക. എല്ലാവരും ഇവിടെയാണോ? 5 അപ്പമുണ്ട് 2 മീനുമുണ്ട്, എന്തുള്ളൂ എന്ന് ചോദിച്ചവൻ പ്രതികരിച്ചപ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല. എന്നാൽ 5 അപ്പവും 2 മീനും ഒരു ബാലകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇരുത്ത്. പെട്ടെന്ന് അത് വർത്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജനങ്ങൾ ഇരുന്നു. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പെട്ടെന്നായിരിക്കും. കണ്ണ് തുറക്കുന്ന നേരം കൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. അതെത്ര വലിയ ശാപമായിക്കോട്ടെ, എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ,
കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും. ആമേൻ. ഒരിക്കൽ ഒരിക്കൽ പൗലോസും ശീലാസും അകത്ത് അടയ്ക്കപ്പെട്ടു. അവർ ഏറ്റവും ഉള്ളിലുള്ള കാരാഗൃഹത്തിൻ്റെ ഉള്ളിലിട്ടു. അവരുടെ കാലുകൾ ബന്ധിച്ചിരുന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ ആരാധിച്ചു. പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചു. ആമേൻ പറഞ്ഞാട്ടെ. അർദ്ധരാത്രിയിൽ അവർ പ്രതികരിക്കേണ്ടത് കരയേണ്ടതാണ് വേണ്ടത്. അർദ്ധരാത്രിയിൽ അവർ പ്രതികരിക്കേണ്ടത് നിരാശയുടെ കഥയാണ് പറയേണ്ടത്. എന്നാൽ അർദ്ധരാത്രിയിൽ അവർ പ്രതികരിക്കുന്നത് പാട്ടുപാടി സ്തുതിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ പ്രതിസന്ധികൾ ഭീകരമായി നിൽക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അർദ്ധരാത്രിയിൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട്? കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്, കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പ്രകൃത്യാതീതമായ വരുമാനമാണ്, പ്രകൃത്യാതീതമായ ഇൻകമാണ്. മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളമൊന്നും മേടിക്കാത്തവരാണെങ്കിൽ പോലും നമുക്ക് വ്യത്യസ്തമായ ഒരു ഇൻകമുണ്ട്. എത്ര പേർക്ക് ഇത് ഞാൻ പറഞ്ഞ പിടികിട്ടി? അത് കർത്താവിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രതിഫലമാണ്. ആ ഇൻകം അളക്കാൻ ഇവിടുത്തെ എന്തിനേം കൊണ്ടേലും പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് വിശ്വസിച്ചോണം. സൂപ്പർ നാച്ചുറൽ ഇൻകം. ചേർന്നാമേൻ പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ. പ്രതികരണം. അർദ്ധരാത്രിയിൽ പൗലോസ് ശീലാസ് അവർ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പാടി ആരാധിക്കുമ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ശ്രദ്ധിക്കുന്ന ആയിരങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അവരുടെ നടുവിൽ അവൻ്റെ അഡ്രസ്സെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് കർത്താവ് പറയുന്നു, ഒന്ന് തിരിച്ച് പ്രതികരിച്ചാൽ ദൈവശക്തി ഇറങ്ങാൻ പോവുകയാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? അർദ്ധരാത്രിയിൽ പാടി ആരാധിക്കുമ്പോൾ ആമേൻ, പെട്ടെന്ന് അവിടെ ഒരു ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. അടുത്തിരിക്കുന്ന ആളെ പിടിച്ചു പറ, പെട്ടെന്ന് ചില സംഭവങ്ങൾ നടക്കാൻ പോവാ, പെട്ടെന്ന് ചില വിടുതൽ നടക്കാൻ പോകുക. ഓ ജീസസ്, ജീസസ്, ജീസസ്. പെട്ടെന്ന്. ഗ്ലോറി ടു ഗോഡ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് എപ്പോഴും പെട്ടെന്ന് നടക്കുന്ന, സൂപ്പർ നാച്ചുറൽ പ്രകൃത്യാതീതം എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്നതാ. ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെടാൻ എത്ര സമയം എടുത്തു? യേശുവേ എന്ന് വിളിച്ചപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി രക്ഷ പ്രാപിക്കാൻ എത്ര സമയം എടുത്തു? എത്ര സമയം എടുത്തു? ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു. ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷ കിട്ടി. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഓരോന്നും ഇതുപോലെയാണ്. മനസ്സിലായവരാമേൻ പറഞ്ഞാട്ടെ. The moment we believe, നമ്മൾ വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് രക്ഷ കിട്ടി. ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷ കിട്ടി. Praise God. അർദ്ധരാത്രിയിൽ ഒരു പാടി ആരാധിച്ചപ്പോൾ പെട്ടെന്ന് പോയി ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. അടിസ്ഥാനങ്ങൾ ഇളകി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, കുലുങ്ങി, വാതിലുകൾ എല്ലാം തുറന്നു. പ്രതികരണമാ. എല്ലാവരും പറഞ്ഞാട്ടെ. പ്രതികരണം. ഓ, നിങ്ങൾക്കെതിരെ എന്തെല്ലാം ക്ഷുദ്രങ്ങൾ വരട്ടെ, ആഭിചാരം വരട്ടെ, മന്ത്രവാദം വരട്ടെ, വെല്ലുവിളികൾ വരട്ടെ, പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിരിക്കണം. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ അയ്യോ ഞാൻ നശിച്ചേന്ന് പറഞ്ഞ് തലേ കൈ വെക്കരുതേ സഹോദരങ്ങളെ. ഇന്ന് പകൽ പറയണം, യേശു ജീവിക്കുന്നു എന്ന് വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകത്തിൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ, അവർ ഭയങ്കര സമ്പന്നയായ സ്ത്രീയാണ്. അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൾ സമ്പന്നയായ ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും അവൾക്ക് തലമുറ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം എലൈഷ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തലമുറ അടുത്ത വർഷത്തിൽ അവൾക്കുണ്ടാകുന്നു. എലൈഷ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാഗ്ദത്തം പോലെ പറഞ്ഞപ്പോൾ ഒരു തലമുറയുണ്ടായി. സംഭവിച്ചത്, ആ തലമുറ വളർന്നു വന്നപ്പോൾ ഒരു ദിവസം തലയ്ക്ക് വേദന കൂടി ആ കൊച്ചു മരിച്ചുപോയി. ആ കൊച്ചിനെ കൊണ്ടുവന്ന് ദൈവപുരുഷൻ കിടക്കുന്ന മുറിയിൽ ആ ബെഡിലിട്ടിട്ട് ഈ മാതാവ് വാതിലെല്ലാം അടച്ചിട്ട് ഭർത്താവിനോട് പോയി പറഞ്ഞു, ഞാൻ ദൈവപുരുഷൻ്റെ അടുക്കൽ പോകുകയാണ്, വേഗത്തിൽ ഞാൻ പോകുകയാണ്. അപ്പോൾ അയാൾ ഒത്തിരി നിരുത്സാഹപ്പെടുത്തി. എന്തിനാ പോകുന്നത്? ഇന്ന് ദൈവപുരുഷനൊന്നും അവിടെ ഉണ്ടാകത്തില്ല. പക്ഷേ അവൾ പറഞ്ഞു സാരമില്ല. അവൾ പറഞ്ഞു
ആ സാരമില്ല ഒരു വെറുതെ സാരമില്ല അല്ല. അവൾ പറയുന്നത് ഓൾ ഈസ് വെൽ. എവിടെ ഓൾ ഈസ് വെൽ? കൊച്ചു മരിച്ചു കിടക്കുമ്പോൾ ഓൾ ഈസ് വെൽ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടുകൂടെ, മുഖഭാവത്തിന് ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. പഴയതിനേക്കാൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കുന്നു. എന്തുകൊണ്ടാ? അകത്തൊരു നല്ല ഉറപ്പുണ്ട്, തന്നവൻ ഒരിക്കലും എനിക്ക് ദോഷം ചെയ്യത്തില്ല. പിന്നെ നടന്നത് അവൾ വേഗത്തിൽ ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോയി. കാണുന്ന ഓരോരുത്തരോടും അവൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഓൾ ഈസ് വെൽ, ഐ എം ഫൈൻ, ഓൾ ഈസ് വെൽ. ദൈവപുരുഷൻ്റെ ദാസൻ വന്നു, ബാല്യക്കാരൻ വന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ശൂന്യകാര്യത്തേക്ക് സുഖമാണോ? ഹൗ ആർ യു ഡൂയിങ്? ഷീ സെഡ് യെസ്, എവറിത്തിങ് ഈസ് വെൽ. നിന്റെ ഭർത്താവ് സുഖമായിരിക്കുന്നു? യെസ്. മോൻ സുഖമായിരിക്കുന്നു? യെസ്. എവിടെ സുഖമായിരിക്കുന്നു? മരിച്ചു കിടക്കുക. പക്ഷെ പ്രതികരണം എന്തുവാ? ഓൾ ഈസ് വെൽ. എത്ര പേർക്ക് ഇന്ന് മിറക്കിൾ ഡേ മീറ്റിംഗിൽ ഇരിക്കുന്നവർക്ക് പറയാം, എൻ്റെ ജീവിതത്തിലെല്ലാം നന്നായിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വീട്ടിൽ നീറുന്ന വേദനകൾ കാണും, കടക്കെട്ടിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ഇങ്ങനെ പ്രതികരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി പാഞ്ഞിറങ്ങി വരാൻ പോകുകയാണ്. ദൈവശക്തി പതുക്കെ വരുമെന്നല്ല പറയുന്നത്, പിന്നെയോ ദൈവശക്തി പാഞ്ഞിറങ്ങി വരാൻ പോകുകയാണ്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അവൾ അവിടെ പോയി, ദൈവപുരുഷൻ അവളുടെ കൂടെ വരുന്നു, വീട്ടിൽ വന്നു. അങ്ങനെ ആ കൊച്ചിന് വേണ്ടിയിട്ട് ദൈവപുരുഷൻ പ്രാർത്ഥിച്ചില്ല, അവൻ്റെ മേൽ കിടന്നു, അവൻ്റെ മേൽ ശ്വാസം നൽകി, കൊച്ചു ജീവനിലേക്ക് മടങ്ങി വന്നു. പെട്ടെന്ന് അവിടെ ഒരു പെട്ടെന്നുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അവിടെയും അടുത്തിരിക്കുന്ന ആളെ കുലുക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേർക്ക് കൈ കുലുക്കിക്കൊണ്ടാണ്. കൈ കൊടുക്കാനല്ല, കുലുക്കാനാ പറഞ്ഞു. എന്തുവാ? പെട്ടെന്ന് ബാലൻ കണ്ണു തുറന്നി തുമ്മി. പെട്ടെന്ന് കണ്ണു തുറന്നു. ഇന്ന് ചില പെട്ടെന്ന് നടക്കും, ചിലതൊക്കെ കണ്ണു തുറക്കാൻ പോകുക. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ സൂര്യൻകാരിത്തിയുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്രയും പ്രശ്നങ്ങൾ വഷളായിരിക്കുമ്പോൾ അവൾ പ്രതികരിക്കുന്നത് വചനത്തോട് ചേർന്ന. എല്ലാവരും ഒന്ന് രാമൻ പറഞ്ഞാട്ടെ. എവറിത്തിങ് ഇസ് വെൽ, എവറിത്തിങ് ഇസ് വെൽ. എത്ര പേർക്കെന്ന് പറയാൻ പറ്റും, ബ്രദറെ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പറഞ്ഞാട്ടെ, കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ശുശ്രൂഷ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജീവിതം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, യേശു ചെയ്തതിനോട് ആമേൻ പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഒരിക്കലും ആ ബ്രദർ പ്രാർത്ഥിച്ചു ഇത് മാറിയില്ലെന്നല്ല പറയേണ്ടത്, എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി. ഹല്ലേലൂയ. ഇന്ന് ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിങ്ങൾ പോകുന്നു അത് ടെമ്പററിയാണ്. ഇന്ന് ഈ പോളിഹോമിലിരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് ഇടപെടുന്നത്, നിങ്ങളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കണം. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങളുടെ പ്രതികരണം വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ദൈവശക്തി ഭയങ്കരമായിരിക്കും. അവൾ പ്രതികരിച്ച് വ്യത്യസ്തമായിട്ടാണ്. അവിടെ മരിച്ചുപോയ കൊച്ചു ജീവനിലേക്ക് മടങ്ങി വന്നു. ഇന്ന് പകൽ 14 വർഷം മുമ്പ് നഷ്ടപ്പെട്ടതായിക്കോട്ടെ, ഇന്ന് ജീവനോടെ ചിലത് എഴുന്നേക്കാൻ പോവുകയാണ്. ഓ, കരങ്ങൾ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. നാളുകളായി ഇവനെ രോഗിയാക്കിയിരിക്കുന്ന ഒരു രോഗാത്മാവ് നട്ടെല്ല് മുതൽ അങ്ങോട്ട് ബന്ധിച്ചു വച്ചിരിക്കുക. എന്നാലും യേശുവിന്റെ ശക്തി ഇവന്റെ മേൽ വ്യാപരിക്കും. നട്ടല് മുതൽ കെട്ടി വെച്ചിരിക്കുക അല്ലേ? എത്ര നാളായി? കുറേ നാളായി. ഇന്ന് കർത്താവ് ഇത് അഴിച്ചുവിടാൻ പോവാ. അത് നിമിത്തം ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അത് നിമിത്തം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് കർത്താവ് ഈ മകനെ സ്വതന്ത്രനാക്കാൻ പോവുക. സൗഖ്യത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുന്നു.
എന്തോ അനുഭവിക്കുന്നത്? ഇപ്പോൾ വന്നപ്പോൾ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതില്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. മൈ ഗോഡ്. സഹോദരൻ എത്ര നാളായിട്ട് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു? രണ്ട് കൊല്ലം കൊണ്ടുണ്ട്. അതെ. ജീസസ്. 2 വർഷമായിട്ട് നട്ടലിന്റെ പ്രോബ്ലമാണ്. അത് നിമിത്തമുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഫ്രീഡം ഉണ്ട്. ഉണ്ടുണ്ട്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വചന സന്ദേശം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ കേട്ട വചനം എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത്, യേശു എന്താ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിനോട് നമ്മൾ താരതമ്യപ്പെട്ടങ്ങ് പോവുകയല്ല. ബട്ട് വി വിൽ റിയാക്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ പ്രതിസന്ധികളോടുള്ള നമ്മുടെ പ്രതികരണം. നമ്മൾ കണ്ടല്ലോ പഴയ നിയമത്തിലെ ആ മകൻ മരിക്കപ്പെട്ട ആ സമ്പന്നയായ സ്ത്രീ, അവൾ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? അവൾ പറഞ്ഞത് എല്ലാം എൻ്റെ ജീവിതത്തിൽ സന്തോഷമായിരിക്കുന്നു, എവറിത്തിങ് ഈസ് വെൽ. പക്ഷേ അവളുടെ ജീവിതത്തിലെല്ലാം സന്തോഷമല്ലായിരുന്നു, മരണത്തിൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥയായിരുന്നു. പക്ഷേ അവൾ ദൈവത്തിൻ്റെ വചനത്തോട് എഗ്രി ചെയ്യുക ചെയ്തത്. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ. നമ്മൾ ഏത് അവസ്ഥയിൽ കടന്നു പോകുന്നുവോ അതിനോട് ചേർന്നല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ അതിനോട് വ്യത്യസ്തമായി പ്രതികരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രതികരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദത്തത്തോട് ചേർന്ന് നമ്മൾ പ്രതികരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം വ്യക്തികളിലേക്ക് വരുന്നത് അനുഭവിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മിറക്കിൾ ഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, തകർന്നിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, മരണത്തിൻ്റെ വക്കിലിരിക്കുന്നവർ, ജീവിതം വേണ്ടെന്ന് പറയുന്നവർ, ഇനി ഒരിക്കലും മുൻപോട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്നവർ, ആരൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ ഇപ്പോൾ അവർക്കായിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആ പ്രതിസന്ധികളോട് തികച്ചും വ്യത്യസ്തമായി പ്രതികരിക്കുവാനൊരു വലിയ ഗ്രേസ് ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. മരണത്തിൻ്റെ വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഇനിയും ഒരിക്കലും ലൈഫില്ല, ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ മറ്റു ചില രോഗങ്ങളുടെ വലിയ പിടിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവർ ചിലരിപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നതിന് കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രതികരിക്കുകയാണ്. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ സമയത്ത് അത്ഭുത സൗഖ്യങ്ങൾ ആ ശരീരങ്ങളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മുഴുവനും തകർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇപ്പോൾ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദർ ഇപ്പോൾ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഒരു മിറക്കിൾ ചെയ്യുന്നു. വിശ്വസിക്കുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേലൊരു വലിയ അഭിഷേകം വരുന്നു എന്ന് ഞാൻ കാണുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും അവിടെ ഒരു റിസറക്ഷൻ ഉണ്ടാകട്ടെ, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകട്ടെ, വിജയത്തിൻ്റെ സ്പിരിറ്റ് അവരിലേക്ക് വരട്ടെ എന്ന് കൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. എക്സാമിൽ തോറ്റുപോയ ഇനിയും ഒരു എക്സാം കൂടെ അല്ലെങ്കിൽ എനിക്കൊരു അവസരം കൂടെ ഇല്ലല്ലോ, ഇനിയും എനിക്കത് ജയിക്കാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ പരാജയ ഭീതിയുടെ നടുവിലിരിക്കുന്ന ചിലർക്കായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഈ TV സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 1 കൊരിന്ത്യർ 15:57 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ
വചനം ഇങ്ങനെ പറയുന്നു, എല്ലായിടത്തും യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ തന്നെ യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട്. വിക്ടറി സ്പിരിറ്റ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ആവശ്യങ്ങളോടെ പ്രാർത്ഥിക്കുന്നവർക്കായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം മിറക്കിൾ സംഭവിക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ ഫേവർ ഇപ്പോൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ ഫേവർ വ്യക്തികളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചതിനായി നന്ദി, അങ്ങനെ സംഭവിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴെ കാണുന്ന TV സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വീണ്ടും വിളിക്കുക. ഇപ്പോൾ തന്നെ മിറക്കിൾ ഡേയിലുള്ള സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിക്കുക. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ വീണ്ടും നമ്മൾ കാണുന്നവരെയും ഓരോരുത്തരെയും കർത്താവ് അവിടെ സൂക്ഷിക്കട്ടെ. Our address: Miracle Day, PB number 124, Pathanamthitta 689645. Our email IDs: kmtitusministries@gmail.com and miracledaytv@gmail.com. Our website: www.miracleday.in.